ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സിംഗപ്പൂർ ഗ്രാൻഡ് മാസ്റ്റർ വു ഷവോവിനും ആർമേനിയൻ ഇന്റർനാഷണൽ മാസ്റ്റർ അഷോട്ട് നദാനിയനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ഷവോവിൻ വൈറ്റ് സൈഡും നദാനിയൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് ഇവിടെ C4 മൂവ് ചെയ്യുന്നു. ഇതോടെ സെൻറ്റർ പൂർണ്ണമായും വൈറ്റിൻ്റെ കൺട്രോളായിട്ടുണ്ട്. ഇവിടെ ബ്ലാക്കിനും സേഫായിട്ട് കളിച്ചു പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് ഇവിടെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. E5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ ഗ്യാമ്പിറ്റ് ചെയ്യുന്നു. ഈ ഗ്യാമ്പിറ്റ് ബുഡാപസ് ഗ്യാമ്പിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ വളരെ വേഗത്തിൽ ട്രാപ്പിലാകാൻ സാധ്യതയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇവിടെ വൈറ്റ് ആ ഗ്യാമ്പിറ്റ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ G4 കൊണ്ടുവന്ന് ആ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ E4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നതാണ് വൈറ്റിൻ്റെ മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ ആ ലാഭം കിട്ടിയ പോണിനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ നൈറ്റിന് ഇപ്പോൾ തന്നെ F2 സ്ക്വയറിലേക്ക് കൺട്രോൾ ഉണ്ട്. ബിഷപ്പിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് F2 സ്ക്വയറിലേക്ക് 2 പിസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ E3 സ്ക്വയറിലേക്കും ആ നൈറ്റിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബിഷപ്പിനെ അങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് E3 മുതലുകൊണ്ട് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇനിയിവിടെ ആ പോണിനെ സംരക്ഷിക്കാൻ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. അതുകൊണ്ട് ബിഷപ്പിനെ E2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് E5 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് വൈറ്റിയുടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടൊന്നു, ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സിലേക്ക് കാസിൽ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പ് വെച്ച് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B3 ചെയ്തുകൊണ്ട് B2 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന ശേഷം ബിഷപ്പിനെ B2 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്രധാനപ്പെട്ട അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A5 ചെയ്തുകൊണ്ട് റൂക്കിന് മുഴുവനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്ത ശേഷം റൂക്കിനെ A6 കൊണ്ടുവരുന്നു. ക്വീൻ സെല്ലുണ്ടെന്ന ഈ റൂക്ക് ഉപയോഗിച്ച് കിങ് സെല്ലിലേക്ക് അറ്റാക്ക് ചെയ്യാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വൈറ്റ് കിങ് സെല്ലിലേക്ക് ഒരു ഡിഫൻഡറെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ A7 മൂവ് ചെയ്ത ശേഷം നൈറ്റിനെ G3 കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ട്രോങ് മൂവറാണ്. ക്വീനെ H4 മൂവ് ചെയ്തുകൊണ്ട് H2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി റൂക്ക് കൂടെ A6 വരുമ്പോൾ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആകും. അതുകൊണ്ട് വൈറ്റ് വേഗം നൈറ്റിനെ F5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ G5 മൂവ് ചെയ്തുകൊണ്ട് G2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ വൈറ്റിന് ബിഷപ്പ് വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ആ നൈറ്റിന് റൂക്കിൻ്റെ സപ്പോർട്ടുണ്ട്. എന്നാൽ ഇവിടെ ബ്ലാക്കിൻ്റെ നൈറ്റും ക്വീനും പോൺ ഉപയോഗിച്ച് ഫോർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനിലാണുള്ളത്. എന്നാൽ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുത്താലും ക്വീൻ തിരിച്ച് G5 തന്നെ വരുമ്പോൾ ബ്ലാക്കിൻ്റെ അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആകും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ D4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ഇങ്ങനൊരു ഫോർക്ക് വരാനും ബ്ലാക്കിന് നൈറ്റ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം റൂക്കിനെ G6 കൊണ്ടുവരുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വൈറ്റ് ആദ്യം അത് ഡിഫെൻഡ് ചെയ്യാണ്. G3 മൂവ് കൊണ്ട് ആ ചെക്ക്മേറ്റ് ഫിഷിനെ ഒഴിവാക്കുന്നു. ഇവിടെ ഇങ്ങനൊരു ഫോർക്കിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ഈ 2 പീസിലെയും അവിടെ നിന്ന് മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. D5 മൂവ് കൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും F4 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കിന് ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ H4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ G3 പോൺ റൂക്കിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് പോൺ വെച്ച് ക്വീൻ ഇട്ടാൻ പറ്റില്ല. എന്നാൽ പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വീണ്ടും റൂക്ക് വെച്ച് G3 പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇതൊരു റൂക്ക് സാക്രിഫൈസ് കൂടെയാണ്. ഇപ്പോൾ പോൺ വെച്ച് റൂക്കിനോട് എടുക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് പോണിനോട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, H1 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് E5 പോണിനോട് എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത മൂവിൽ ക്വീനെ H3 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാനും അതിനുശേഷം റൂക്ക് വെച്ചുകൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വിജയിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ആ ഫോർക്കിന് ശ്രമിക്കുന്നില്ല. പകരം ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. വൈറ്റ് ഇപ്പോഴും ഈ നൈറ്റിനെ ക്വീനെ അവിടെ നിന്ന് മാറ്റുന്നില്ല.
വേഗം ബിഷപ്പിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ H3യിലേക്ക് കൊണ്ടുവന്ന് റൂക്കിൻ്റെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ നൈറ്റിന് 3 പീസുകളുടെ സപ്പോർട്ടുണ്ട്. ഇവിടെ വൈറ്റ് വേഗം ആ ക്വീനിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F3യിലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്കിനിപ്പോൾ ക്വീനെ സേഫായിട്ട് മൂവ് ചെയ്യാൻ ഒരുപാട് സ്ക്വയറുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ക്വീനെ സേഫായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നില്ല. പകരം ക്വീന് വെച്ച് E3യിലെ പോയിന്റ് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, H1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് F2ലേക്ക് ഒന്ന് ഫോർക്കും ചെക്ക് വരും. ഇപ്പോഴും വേറെ ഓപ്ഷൻ ഇല്ല, തിരിച്ച് G1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് വെച്ച് ക്വീൻ എടുത്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോഴും കിങ്ങിന് H1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ഒന്നുകിൽ ഈ ബിഷപ്പിനെ എടുക്കാനോ അല്ലെങ്കിൽ വീണ്ടും ചെക്ക് കൊടുത്തതിന് ശേഷം ആ റൂക്കിനെ നേടിയെടുക്കാനോ അവസരം കിട്ടും. അങ്ങനെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതകളുണ്ട്. വൈറ്റ് ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ക്വീനെതിരെ ഒരറ്റ കൂടെ കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ വൈറ്റിന് ക്വീൻ വെച്ച് തിരിച്ചോട്ടാം. ഇവിടെ ഇപ്പോൾ ക്വീൻ ഇട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചോട്ടാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്. ക്വീന് വെച്ച് F2യിലെ പോയിന്റ് എടുത്തുകൊണ്ട് ക്വീനെ ഒരിക്കൽ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത്തവണ വൈറ്റിന് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ക്വീനോട്ട് വന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ആ ബിഷപ്പിന് നൈറ്റിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ബ്ലാക്ക് ഇവിടെ എന്താണ് പ്ലാൻ ചെയ്തെന്ന് നോക്കാം. ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെതിരെ അറ്റാക്ക് ഉണ്ടെങ്കിലും ബിഷപ്പ് വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ ക്വീൻ വെച്ച് തിരിച്ചോട്ടുന്നതോടെ ബ്ലാക്കിൻ്റെ അറ്റാക്കിന് സാധ്യതകളെല്ലാം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്കിനോട്ട് എടുക്കുന്നില്ല, ബിഷപ്പിനെ തിരിച്ചുകൊണ്ടാണ്. ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F2 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അത് മനസ്സിലായിക്കൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ക്വീൻ നടന്ന് മാറ്റാണ്. ക്വീനെ B1ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഫോർക്കും ചെക്കിനുള്ള സാധ്യത ഇല്ലാതെങ്കിലും ബ്ലാക്ക് സെയിം അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. ആദ്യം നൈറ്റിനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. റൂക്കിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് നൈറ്റ് എടുത്ത ശേഷം വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റ് ഇപ്പോൾ ക്വീനെ കൂടെ B2ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ റൂക്ക് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം. ആ സമയത്ത് ബിഷപ്പ് വെച്ച് റൂക്കിനോട് എടുത്തുകൊണ്ട് ഇങ്ങനെ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു റൂക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവന്ന് ഡിസ്കവർ ചെക്ക് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ H1ലേക്ക് മാറേണ്ടി വരും, അല്ലെങ്കിൽ ഈ റൂക്ക് വെച്ചിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. H1ലേക്ക് മാറുകയാണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഈ ചെക്ക് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്താലും റൂക്ക് E1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇത് ഡബിൾ ചെക്കാണ്, ബിഷപ്പ് വെച്ചും റൂക്ക് വെച്ചും ചെക്കുണ്ട്, അവിടെ ചെക്ക് മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വേരിയേഷൻ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ഇവിടെ വൈറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ബിഷപ്പ് വെച്ച് വരുന്ന ഡിസ്കവേർഡ് ചെക്കാണ്. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B4 മൂവ് ചെയ്തുകൊണ്ട് A5ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ പ്ലാൻ പോലെ റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോണ് വെച്ച് പോണെടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അങ്ങനെ ബിഷപ്പിനെതിരെ അറ്റാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ ഇവിടെ പോണ് വെച്ച് പോണിട്ടാലും ക്വീൻ വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാം.
ബ്ലാക്കിൻ്റെ അറ്റാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീസ് ആ ബിഷപ്പ് ആയതുകൊണ്ട് തന്നെ ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനുള്ള അവസരം ബ്ലാക്ക് വൈറ്റിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് A4 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതോടെ ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാനുള്ള സാധ്യത ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് അടുത്ത ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതൊരു ഡബിൾ അറ്റാക്കാണ്. ഇപ്പോൾ ബിഷപ്പിനെതിരെയും H7 പോണെതിരെ അറ്റാക്കുണ്ട്. അടുത്ത മൂവിൽ കിങ്ങിൽ വെച്ച് ആ പോണെ വിട്ടെടുക്കാനും വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കിനും സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് G6 ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ ഇട്ടെടുക്കാം. പിന്നീട് നൈറ്റ് വെച്ച് ഡിസ്കവേർഡ് ചെക്ക് കൊടുത്താലും കിങ്ങിന് G2ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കാണ്. ഇതോടെ ബ്ലാക്കിന് ഗെയിമിലുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും നഷ്ടമാകും. ഇനി വൈറ്റിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും വിജയിക്കാനും കഴിയും. എന്നാൽ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഈ ഗെയിമിലെ ഇനിയുള്ള എല്ലാ മൂവുകളും കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് ബ്ലാക്ക് അടുത്തായിട്ട് മൂവ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇനി അടുത്ത 8 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യത്തെ മൂവ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഡിസ്കവേർഡ് ചെക്കാണ്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ. H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി 7 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതിൽ അടുത്ത മൂവാണ് ഏറ്റവും പ്രധാനം. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നൈറ്റിനെ വീണ്ടും F2ലേക്ക് തന്നെ കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് G1ലേക്ക് തിരിച്ചു വരാനും അങ്ങനെ മൂവുകൾ ആവർത്തിക്കാനും അവസരം കിട്ടും. അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് ഇവിടെ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. ബിഷപ്പിനെ G2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെയും വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്തൊരു സ്ട്രോങ് മൂവ് വരെയാണ്. റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഈ മൂവും വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളുണ്ടെങ്കിലും അതിൽ H3ലേക്ക് മൂവ് ചെയ്യുന്നതാണ് നല്ല മൂവ്. വൈറ്റ് അത് തന്നെ സെലക്ട് ചെയ്യാണ്. കിങ്ങിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ H3ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ഈ 2 സ്ക്വയറിലേക്ക് മൂവ് ചെയ്താൽ എന്താണ് പ്രശ്നം നോക്കാം. ഇവിടെ ഇപ്പോൾ H1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ നൈറ്റിൻ്റെ സപ്പോർട്ടോടെ റൂക്ക് ഉപയോഗിച്ച് H2ലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ G1ലേക്ക് മൂവ് ചെയ്താലും അത് തന്നെയാണ് അവസ്ഥ. ആദ്യം റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ F1ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H1ലേക്ക് മൂവ് ചെയ്യാം. H1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ടപോലെ റൂക്ക് വെച്ച് പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ F1ലേക്കാണ് മൂവ് ചെയ്താലും നൈറ്റ് ഉപയോഗിച്ച് H2ലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് വൈറ്റ് ഇപ്പോൾ ഈ 2 സ്കോറിലേക്കും പോകാതെ കിങ്ങിനെ H3ലേക്ക് മൂവ് ചെയ്തത്. ഇനി ഈ ഗെയിമിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് അറ്റാക്കിലാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് H2ലെ പോണിട്ട് എടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ റൂക്കിന് നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് റൂക്കിന് കിട്ടാൻ പറ്റില്ല. വൈറ്റിന് ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. അതും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്ത ചെക്ക് വരെയാണ്. H5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളുണ്ട്. അതിൽ F3ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് F1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഈ 2 സ്ക്വയറിലേക്ക് എവിടേക്ക് മാറിയാലും ഈ ഗെയിമിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. വൈറ്റ് ഇവിടെ കിങ്ങിനെ F5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം G6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ F6ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H4ലേക്ക് മൂവ് ചെയ്യാം. F6ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് D4ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ F6ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇത്രയും സമയം ദൂരെ നിന്ന് ഗെയിം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ബിഷപ്പ് ഗെയിമിലേക്ക് വരികയാണ്. ബിഷപ്പ് E3ലേക്ക് വന്ന് ചെക്ക് കൊടുക്കുന്നു. ബിഷപ്പിന് റൂക്കിൻ്റെ സപ്പോർട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് F3ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് റൂക്ക് F2ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആയി.
വളരെ മികച്ച മുകളുള്ള വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.